ബിറ്റ്കോയിനിലേക്ക് കടക്കുകയാണെങ്കിൽ ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു 7 മാസത്തെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയതിനു ശേഷം നിലവിലിപ്പോൾ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ് നിലവിലിപ്പോൾ ബിറ്റ്കോയിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു തിരിച്ചുവരവിനുള്ള കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ US ഫെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റേറ്റ് കട്ടിൻ്റെ എക്സ്പെക്റ്റേഷൻ നിലവിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ ഒരു റേറ്റ് കട്ട് എക്സ്പെക്റ്റേഷനാണ് നിലവിലിപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു റേറ്റ് കട്ട് എക്സ്പെക്റ്റേഷൻ നിലനിൽക്കുമ്പോൾ വളരെ കുറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണുള്ളത്. ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് സ്വാഭാവികമായിട്ടും കൂടുതൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. അതായത് പൈസ കൂടുതൽ ചീപ്പറായിട്ട് മാറും. ഈ കൂടുതൽ ചീപ്പറായിട്ടുള്ള ഒരു മണി പരിശോധിക്കുകയാണെങ്കിൽ റിസ്കി അസറ്റായിട്ടുള്ള ക്രിപ്റ്റോയിലേക്കും മറ്റൊക്കെയുള്ള ഒരു നിക്ഷേപം വർദ്ധിക്കും എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് മണിയുടെ അതായത് പണത്തിൻ്റെ ഒരു മൂല്യം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു അവൈലബിലിറ്റി വർദ്ധിച്ചു വരുന്നു. ഈ അവൈലബിലിറ്റി വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ സപ്ലൈ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടി വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ വർദ്ധിച്ചു വന്നിരിക്കുന്ന സ്പെൻഡിങ് എബിലിറ്റി അവർ ക്രിപ്റ്റോ അടക്കമുള്ള അസറ്റുകളിൽ നിക്ഷേപിക്കാനായിട്ടുള്ള ഒരു കാരണമായിട്ടും യൂസ് ചെയ്യും എന്നൊരു വ്യൂ പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ അനലിസ്റ്റുമാർ പങ്കുവച്ചിരിക്കുന്നത്.